കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള പാട്ടിട്ടാൽ പോലും ഇതിന്റെ കൺഫ്യൂഷൻ തീരാൻ പോകുന്നില്ല. മറ്റൊരു തല കറങ്ങുന്ന 18ാം നൂറ്റാണ്ടിൽ ഒരുപാട് ആൾക്കാരെ തല ചുറ്റിച്ച ഇപ്പോഴും ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ പസിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഞാൻ എത്തിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 4 പീസ് ഗ്ലാസ്. ഈ ഗ്ലാസ് വെച്ച് ഒരു ദീർഘചതുരം നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. നമ്മൾ കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും, എന്നാ 1% ചാൻസ്, 100-ൽ 1% ചാൻസ് മാത്രമേ ഇത് ക്ലിയർ ആക്കുവാൻ നമുക്കുള്ളൂ. കാരണം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നടക്കത്തില്ല. നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പീസുകൾ മാറ്റി വെച്ചാൽ പോലും അവരുദ്ദേശിച്ച ആ ദീർഘചതുരം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഇതിൽ ട്രിക്കുണ്ട്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന കണക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തന്നെ ചെയ്ത് ഫെയിലിയർ ആവുന്നതിനേക്കാൾ നല്ലത് വേറൊരു മാർഗത്തിലൂടെ അവിടെ എത്താൻ സാധിക്കുമോ എന്ന് നമ്മൾ നോക്കണം. ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ്. അതാണ് ഇവിടെയും ചെയ്തത്. കാരണം നോർമലി നേരെ വെച്ചിട്ടും നമ്മുടെ ആ ഒരു നേരെ വെച്ചിട്ടൊന്നും ഇത് ശരിയാവുന്നില്ല. പക്ഷേ ഈ സാധനം ഇങ്ങനെ ഒന്ന് തിരിച്ചു വെക്കുകയാണെങ്കിൽ ആ 2 പീസുകൾ അപ്പുറം ഇപ്പുറം വെക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് ആ ഒരു ദീർഘചതുരം, ആ റെക്റ്റാങ്കിൾ നമുക്കവിടെ പ്രത്യക്ഷമാവുന്നത് കാണും. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരുപാട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ നോക്കി. പക്ഷേ അവസാനം നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ പസിൽ നമ്മുടെ മുന്നിലേക്ക് തെളിയുകയാണ്. ഏത് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പോയിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് ഫെയിലിയർ ആയ പല കാര്യങ്ങളും നമ്മൾ ഇരുന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ്, അങ്ങനെയല്ല ഒരു അൺഓർത്തഡോക്സ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമമായ മറ്റൊരു ഉദാഹരണമാണ് ഈ പസിലൂടെ നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അവരെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇനിയും ഇതോടൊക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു ലൈക്ക് തരാം. തെറി വിളിക്കാനാണെങ്കിൽ പോലും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വിടാം.